നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷകരമായ വാർത്ത, ഏറെ നാളായി കാത്തിരുന്ന വാർത്ത എന്നൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ പ്രചരിച്ച വാർത്ത വരികയാണ്. നടിയെ ആക്രമിച്ച കേസിൽ 8-ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ചോദ്യം ചെയ്ത് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. കോടതിക്കും ജഡ്ജിക്കുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പ്രോസിക്യൂഷൻ ഡിജിയുടെ നിയമോപദേശം പുറത്തു വന്നതോടുകൂടിയാണ് ഇത്. മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ സംശയനിഴലിലുള്ള ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ലെന്നും കോടതിയുടെ സമീപനം പക്ഷാപാതപരമായിരിക്കുന്നുവെന്നും നിയമോപദേശത്തിൽ വ്യക്തമാകുന്നു. മറ്റ് പ്രതികൾക്കെതിരെ സ്വീകരിച്ച തെളിവുകൾ പോലും ദിലീപിന്റെ കാര്യത്തിൽ കോടതി തള്ളിക്കളഞ്ഞത് വിവേചനപരമാണ്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച അഭിഭാഷകരെ തുടരാൻ അനുവദിച്ചതും വിധിന്യായത്തിൽ അവരെ അനുമോദിച്ചതും നിയമവിരുദ്ധമാണെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നു. പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം വ്യക്തമാകുന്ന ഡിജിറ്റൽ തെളിവുകളും ബാലചന്ദ്രകുമാറിന്റെ ശബ്ദരേഖകളും വിചാരണ കോടതി വേണ്ടവിധം പരിഗണിച്ചില്ലെന്നാണ് സർക്കാരിന്റെ വാദം. വിധിയിലെ ഈ സാങ്കേതികവും നിയമപരവുമായ പിഴവുകൾ ചൂണ്ടിക്കാട്ടി അടുത്ത ആഴ്ചയോടെ സർക്കാർ അപ്പീൽ സമർപ്പിക്കും. പ്രോസിക്യൂഷൻ ഡിജിയുടെ നിയമോപദേശത്തിന്റെ പകർപ്പ് പുറത്ത് വന്നിട്ടുണ്ട്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വിശദമായ കുറിപ്പിലും നിയമോപദേശത്തിലുണ്ട്. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലാണ് വിചാരണ കോടതി ജഡ്ജിയെന്നും അതിൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ലെന്നുമാണ് നിയമോപദേശം. ദിലീപിനെതിരെ ഗൗരവമേറിയ നിരവധി തെളിവുകൾ സമർപ്പിച്ചിട്ടും എല്ലാം പക്ഷാപാതത്തോടെ കോടതി തള്ളിയെന്നും നിയമോപദേശത്തിൽ പറയുന്നു. ജഡ്ജി പെരുമാറിയത് വിവേചനപരമായിട്ടാണ്. തെളിവുകൾ പരിശോധിക്കാൻ കോടതി സ്വീകരിച്ചത് 2 തരം സമീപനമാണ്. 1 മുതൽ 6 വരെ പ്രതികൾക്ക് എതിരെ അംഗീകരിച്ച തെളിവുകൾ പോലും ദിലീപിനെതിരെ അംഗീകരിച്ചില്ല. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നെന്ന് തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരാൻ അനുവദിച്ചു. അവരുടെ പ്രവൃത്തിയെ അനുമോദിക്കുന്ന തരത്തിലാണ് വിധിയിലെ പരാമർശങ്ങളെന്നും നിയമോപദേശത്തിൽ പറയുന്നു. അടുത്തയാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ അപ്പീൽ നൽകും. കേസിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവ് വിധിച്ചെങ്കിലും ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിലീപിനെ വിചാരണ കോടതി വെറുതെ വിട്ടത്. എന്നാൽ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ശക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ടെന്നും ഉയർന്ന കോടതിയിൽ ഇത് തെളിയിക്കാൻ കഴിയുമെന്നുമാണ് പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും നിലപാട്. വിധിയിലെ സാങ്കേതികവും നിയമപരവുമായ പിഴവുകൾ അപ്പീലിൽ ചൂണ്ടിക്കാട്ടും. 8-ാം പ്രതി ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടത്. എന്നാൽ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും സാക്ഷിമൊഴികളും വിചാരണ കോടതി പരിഗണിച്ചില്ലെന്നാണ് സർക്കാരിന്റെ വാദം. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിവരങ്ങളും ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ശബ്ദരേഖകളും പുനർപരിശോധിക്കണമെന്ന ആവശ്യം സർക്കാർ ഉന്നയിച്ചേക്കും. കഴിഞ്ഞ ഡിസംബറിൽ കേസിൽ 8-ാം പ്രതിയായ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരുന്നു. ദിലീപിനെതിരായ ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അതേസമയം 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ കുറ്റം തെളിഞ്ഞതായും കോടതി കണ്ടെത്തിയിരുന്നു. ഇവർക്ക് 20 വർഷം കഠിന തടവും വിധിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസാണ് കേസിൽ ശിക്ഷ വിധിച്ചത്. 2017 ഫെബ്രുവരി 17-നാണ് കേസിനാസ്പദമായ സംഭവം. ഷൂട്ടിങ്ങിനായി തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിലായിരുന്നു. ഇതിനിടെ കൊട്ടേഷൻ പ്രകാരം അവരെ തട്ടിക്കൊണ്ടുപോയ അപകീർത്തികരമായ ദൃശ്യം പകർത്തിയെന്നാണ് കേസ്. 2018-ലാണ് കേസ് വിചാരണ തുടങ്ങിയത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും പറയുന്നുണ്ട്, വളരെ സന്തോഷം തരുന്ന ഒരു വാർത്ത. ദൈവം എന്ന ഒരു ശക്തി ഉണ്ടെന്ന വിശ്വാസം കൂടി വരുന്നു എന്നും അവൾക്കൊപ്പം ഈ ജഡ്ജി CBI അന്വേഷണം കൊണ്ടുവരിക, വെറുതെ വിടരുത്. ഇനിയൊരു കുട്ടിക്കും ഈ ഒരു അനുഭവം ഉണ്ടാവരുത്. ഈ കേസ് ആദ്യം മുതൽ നിരീക്ഷിക്കുന്നവർക്കറിയാം ഇതാണ് ഈ കേസിലെ സത്യാവസ്ഥ. പക്ഷെ ചിലർക്ക് ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ജഡ്ജിയെ സസ്പെൻഡ് ചെയ്യണം, കേസിൽ പ്രതി ചേർക്കണം, ഈ ജഡ്ജിയെയും കുറ്റക്കാരിയാക്കണം, സത്യം പുറത്തു വരട്ടെ. ഇതിൽ യഥാർത്ഥ പ്രതികൾ എല്ലാവരും പിടിക്കപ്പെടണം. മെമ്മറി കാർഡ് ആദ്യം ഏൽപ്പിച്ചത് എവിടെയെന്ന് പുറത്തു വരണം. അത് ചെയ്യിപ്പിച്ചവരും അവർക്ക് നീതി കിട്ടട്ടെ. സത്യം ഒരു നാൾ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ഇങ്ങനെ തുടങ്ങിയാൽ, അതായത് ജഡ്ജിമാർ പൈസ വാങ്ങി കേസ് പറയാൻ, വിധി പറയാൻ തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ എന്നാണ്. ക്യാഷ്, പണം, തുട്ട്, ഹണിമണി. കോടതി അതിജീവിതയെ തൂക്കാൻ വിധിക്കാത്തത് ഭാഗ്യം. ഇത് ഭയപ്പാടിൽ പുറപ്പെടുവിച്ച വിധി. അവർ പോസ്റ്റ് റിട്ടയർമെന്റിൽ സമയം ചേട്ടൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഭയക്കുന്നു എന്നാണ്. ദൈവം പ്രവർത്തിച്ചു തുടങ്ങി. അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇത് മനസ്സിലാകും എന്നൊക്കെ തന്നെ നിരവധി കമന്റുകൾ വരുന്നു. തീർച്ചയായും ഹണിയം വർഗീസിന് കുരുക്ക് മുറുകുകയാണ്.